1,20,000 രൂപയുടെ ഒരു പാക്കേജിലാണ് ഈ ഒരു വണ്ടി ചെയ്തിരിക്കുന്നത്. അഡീഷണൽ ആയിട്ട് വെതർ സ്ട്രിപ്പും പിന്നെ ഫെൻഡർ ലൈനിങ്ങും മാത്രമേ റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ കഴിഞ്ഞൊരു വ്ളോഗിൽ ഞാൻ അർബൻ ബ്രൗൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളർ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു. ഈ ഒരു സംഭവം ഇത് ക്യാപ്സിയുടെ പെയിൻ്റ് ആണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മളിത് ഈ ഒരു വണ്ടിക്ക് അടിച്ചിട്ട് ഈ ഒരു സെറ്റപ്പാക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അറച്ച് പൊടിയൊക്കെ പിടിച്ചേക്കാണ്, പോളിഷിങ് കഴിഞ്ഞ് നിൽക്കണ്. ഇപ്പോൾ ഫ്രണ്ട് ബമ്പറും കാര്യങ്ങളൊക്കെ സെറ്റിങ് ബാക്കിയാണ്. 2011 മോഡൽ വൈറ്റ് കളർ വണ്ടിയായിരുന്നു. അപ്പോൾ ആ വണ്ടി ടൈപ്പ് 4 കാര്യങ്ങളെല്ലാം കൺവേർട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്നു കേട്ടോ. അപ്പോൾ അർബൻ ബ്രൗൺസ് എന്ന് പറഞ്ഞിട്ടുള്ള HK പറഞ്ഞ കളറാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഫൈനൽ ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഡിപ്പ് കാണിച്ചു തരാം. അപ്പോൾ ഫൈനലി നമ്മളുടെ വണ്ടി ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അർബൻ ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കളറിലുള്ള വണ്ടി ഇത് ഇവിടെ ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. HK പറഞ്ഞ ഒരു കളറാണിത്. ഇത് ഫുള്ളായിട്ട് തന്നെ ഇന്നോവയ്ക്ക് അടിച്ച് വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ വാറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ബാക്കിയാണ്. കുറച്ച് സെറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കസ്റ്റമർക്ക് ഇപ്പോൾ തന്നെ വണ്ടി വേണം, കസ്റ്റമർ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ആ രീതിയിലാണ് സ്പീഡിലാണ് വീഡിയോ എടുക്കണത്, ഒന്നും വിചാരിക്കരുത്. നമ്മളിത് ചെയ്തിരിക്കുന്നത് 2011 മോഡൽ വൈറ്റ് ഇന്നോവ ആയിരുന്നു. ഇതിലിപ്പോൾ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ പ്രൊജക്റ്റ് ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാമ്പ് ഡെലയുടെ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോർമൽ കൺവെർഷൻ മാതിരി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. വെതർ സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്തു. ഹാൻഡിലൊക്കെ പഴയ ഹാൻഡിലും കാര്യങ്ങളൊക്കെയാണ്. വീൽ ക്യാപ്പ് അടക്കം പഴയ ടൈപ്പ് തന്നെയാണ്. അതൊന്നും കസ്റ്റമർ റീപ്ലേസ് ചെയ്യാൻ പറയാത്ത കാരണം അത് നമ്മൾ ചെയ്തിട്ടില്ല. ബാക്കിലേക്ക് വരണമെങ്കിൽ നമ്മൾ എല്ലാ വാഹനങ്ങളിലും ചെയ്യണമാതിരി തന്നെ LED ടൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഡിക്കി ക്രോം ചെയ്തിട്ടുണ്ട്. ബമ്പർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ബമ്പറിൻ്റെ റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ നോർമൽ റിഫ്ലക്ടറാണ് കേട്ടോ. അപ്പോൾ 120യുടെ ഒരു പാക്കേജിലാണ്, അതായത് 1,20,000 രൂപയുടെ ഒരു പാക്കേജിലാണ് ഈ ഒരു വണ്ടി ചെയ്തിരിക്കുന്നത്. അഡീഷണൽ ആയിട്ട് വെതർ സ്ട്രിപ്പും പിന്നെ ഫെൻഡർ ലൈനിങ്ങും മാത്രമേ റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ സ്പോയിലർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. അപ്രോക്സിമേറ്റ്ലി 1,28ൻ്റെ അടുത്ത് ബില്ല് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ മെയിനായിട്ട് ഈ പറയാനുള്ളത് ഇതിൻ്റെ കളർ തന്നെയാണ്. അർബൻ ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കളറ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ നല്ല മാച്ച് ചെയ്യുന്നുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. വീൽ ക്യാപ്പും കാര്യങ്ങളും പിന്നെ ഒക്കെ മാറ്റുകയാണെങ്കിൽ അലവിലും കാര്യങ്ങളൊക്കെ ഇടണമെങ്കിൽ ശരിക്കും അടിപൊളി തന്നെയായിരിക്കും ഈ ഒരു കളറിൽ വണ്ടി കാണാനായിട്ട്. ഏകദേശം ഒരു 1,28ൻ്റെ അടുത്ത് എമൗണ്ട് വന്നേ അല്ലേ ജിസ്വി? 1,28ൻ്റെ അടുത്ത് എമൗണ്ട് ഫുള്ളായിട്ട് വന്നു ഈ ഒരു ടൈപ്പ് 4 കൺവേർഷനും പ്ലസ് ഈ ഒരു പെയിൻറ്റിങ് ആയിട്ട്. പെയിൻറ്റിങ് നമുക്ക് ഏത് മെറ്റാലിക് പെയിൻ്റ് ആയാലും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത്. ഈ മെറ്റാലിക് പെയിൻറ്റിന് സെയിം റേറ്റ് തന്നെയാണ്. പക്ഷേ സിറിയാലിക്ക് കൂടിയ ഒരു കളറാണ് അർബൻ ബ്രൗൺ എന്ന് പറഞ്ഞിട്ട് ഉള്ളത്. പക്ഷേ റേറ്റും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. ഓക്കെ.